കെട്ടുകഥ, കസേരകളി, കഥകളി. അങ്ങനെ ഒരു ദിവസം രാവിലെ ടി വി വെച്ച് നോക്കിയപ്പോൾ ജയരാജൻ ചിറ്റപ്പൻ ഒന്ന് ഞെട്ടി. താൻ പോലും അറിയാതെ തൻ്റെ ആത്മകഥ രാവിലെ 10:30 മണിക്ക് പ്രകാശനം ചെയ്യാൻ പോകുന്നു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ്. കഥ പുറത്തായതിനേക്കാൾ ജയരാജൻ സഹാവിനെ ഞെട്ടിച്ചത് ഇനി തൻ്റെ കഥ എന്താകുമെന്ന ആശങ്കയാണ്. കഥ എഴുതാൻ തുടങ്ങിയപ്പോഴേക്കും പുസ്തകത്തിൻ്റെ പുറംചട്ടയടക്കം പുറത്തു വന്നതിന് പിന്നിൽ വൻ ഗൂഢാലോചന നടന്നുവെന്നാണ് സഹാവ് ആരോപിക്കുന്നത്. എൻ്റെ ആത്മകഥ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചുള്ള CPM പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഇടയിലുള്ള മോശമായ അഭിപ്രായമാണ് EP ജയരാജൻ്റെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. വാർത്തകൾ വരുന്നതിൻ്റെ ഒപ്പം തന്നെ EP ജയരാജൻ പറഞ്ഞതും ഞാനും നിങ്ങളെല്ലാം കേട്ടു കാണും. ജയരാജൻ പറഞ്ഞത് ഞാനിങ്ങനൊരു പുസ്തകം എഴുതിയിട്ട് ആരെയും പ്രസിദ്ധീകരിക്കാൻ നടത്തിയിട്ടില്ല, ഞാനിങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ഒരു പുസ്തകം എഴുതിയിട്ടുമില്ല. താൻ എഴുതിയിരിക്കുന്ന സ്റ്റോറി ഒട്ടും വിശ്വസനീയമല്ല. ഇത് നേരിട്ട് കാണാതെ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നേ. ഓഹോ, അപ്പൊ താൻ നേരിട്ട് കാണുന്നത് മാത്രമേ വിശ്വസിക്കൂ. അതെ. തന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പനെ താൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അത് ഇല്ലല്ല. പക്ഷെ അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നതായി താൻ വിശ്വസിക്കുന്നല്ലേ ഉള്ളൂ. അതല്ലല്ലോ മാണി ഇങ്ങോട്ടെന്നും പണയണ്ട. ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇന്ന് 10:30 അത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ് ഞാൻ കാണുന്നത്. തികച്ചും തെറ്റായിട്ടുള്ള നടപടി. ഇത് ഇന്ന് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരായി വാർത്തകൾ സൃഷ്ടിക്കാൻ ബോധപൂർവം മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച് ശക്തമായ നിയമ നടപടി സ്വീകരിക്കും. അതിനെതിരായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ടേക്ക് പോകുമെന്ന് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് ഞാൻ നിങ്ങളും എല്ലാം കേൾക്കത്തക്ക രീതിയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. EP അങ്ങനെ കേസൊന്നും കൊടുക്കില്ല. EPക്ക് അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, പാവത്തിന് വെറുതെ. അതെ, തീപ്പന്തൽ പത്രത്തിൽ ഞാൻ എഴുതുന്നതുകൊണ്ട് എനിക്ക് ഇത്ര ആരാധകർ കൂടിയത്. വെറുതെ തീപ്പന്തലിൽ തൊട്ട് കളിക്കരുത്. EP ജയരാജൻ പറഞ്ഞത് തന്നെ. പിന്നെ പാർട്ടിയുടെ സമ്മർദ്ദം വന്നാൽ അദ്ദേഹം നിഷേധിച്ചുകൊണ്ടിരിക്കും. അത് പാർട്ടിയുടെ സമ്മർദ്ദമാണ്. അറിയില്ല, നമുക്കെങ്ങനെ പറയാൻ സാധിക്കുക? ഏതോ ആകാശത്ത് കയറി നിന്നിട്ട് ചോദ്യം ചോദിക്കുക, എന്നിട്ട് അതിന് ഉത്തരം പറയാൻ ഞാൻ എന്ത് ബാധ്യത? മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് തെരഞ്ഞെടുപ്പ് ദിവസം മുതിർന്ന നേതാവ് EP ജയരാജൻ്റെ ആത്മകഥ പുറത്തു വന്നത് കാലത്തിൻ്റെ കണക്ക് ചോദിക്കലാണ് എന്ന് CPMന്റെ നേതാക്കൾ മനസ്സിലാക്കണം. ഞാൻ മനോഹരൻ മംഗളോദയം. കേരളത്തിലെ സ്ത്രീജനങ്ങളിൽ നെഞ്ചിലേറ്റിൽ ആലിക്കുന്നൊരു നോവലിസ്റ്റ് കുട്ടിയാണ്. മനസ്സിലൊരു കുളിർമഴ. അതെ, എന്റെ തൂലികയിൽ നടന്നു വീണ മറ്റൊരു മുത്തുമണിയാണ്. കഥ എഴുതിയത് താനല്ല എന്ന് സഹാവ് പറഞ്ഞത് പാർട്ടി ഏറെക്കുറെ വിശ്വസിച്ച മട്ടിലാണ് ഗോവിന്ദൻ സഹാവെല്ലാം പ്രതികരിച്ചത്. എന്നാൽ പാർട്ടി ജയരാജനെ കൊണ്ട് നിഷേധിപ്പിച്ചതാണെന്നും പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ജയരാജൻ കാര്യങ്ങളെല്ലാം തുറന്നു പറയുമെന്ന വിശ്വാസത്തിലാണ് VD സതീശനൊക്കെ. ഇപ്പൊ ആത്മകഥ നിഷേധിക്കുക, ഇതിപ്പോ CPMും EP ജയരാജനും EP അങ്ങനെ പണ്ടും പറയുന്ന ഒരാളാണ്. ഇദ്ദേഹം ഇത് തൽക്കാലം നിഷേധിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ കൊണ്ട് പാർട്ടി ഇലക്ഷൻ കഴിയുമ്പോൾ അദ്ദേഹം പറയും. ഞാൻ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. മനസ്സിൽ കഥയുടെ വിത്ത് പാകിയിട്ട് കുറെ ദിവസമായി, പക്ഷെ അങ്ങോട്ട് മുളക്കുന്നില്ല. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാര്യം പറയാനില്ല. പാർട്ടിക്ക് കൃത്യമായ ധാരണയുണ്ട്. സഖാവ് ജയരാജൻ തന്നെ പറഞ്ഞ ഉത്തരവാണ്. ഒരു തരത്തിലും ഞാൻ എഴുതിയതോ ഞാൻ പറഞ്ഞതോ ഞാൻ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തതോ എൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. ഇനി ഏതായാലും എൻ്റെ പുസ്തകം അധികം താമസിയാതെ തന്നെ ഞാൻ പ്രസിദ്ധീകരിക്കും. ഇപ്പോൾ CPMന്റെ അകത്ത് പഴയതുപോലെയല്ല. CPMന്റെ അകത്ത് പല നേതാക്കളും ഉള്ളു തുറന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് കുറേ ആളുകൾ. അതൊരു യാഥാർത്ഥ്യമാണ്. ഇടതുപക്ഷത്തിൻ്റെ ദൗർബല്യം ഓരോ ദിവസം കൊടുത്തോറും അത് കൂടിക്കൂടി വരുന്നു. അമർഷവും പ്രതിഷേധവും അവരുടെ മനസ്സിൻ്റെ അകത്ത് ഉറഞ്ഞു തുള്ളുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് ഞങ്ങൾ ഇതിനെയൊക്കെ വിലയിരുത്തുന്നത്. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കള്ളക്കണ്ണുള്ളവനാണ് താൻ. കത്തുന്ന പുരയെ ഈർക്കിൽ വലിച്ചൊരുന്നവൻ. ഞാനെന്ന മനുഷ്യനെ താൻ കാണുന്നില്ല. തനിക്ക് വേണ്ടത് നോവലിസ്റ്റിനെയാണ്. തന്റെ തൊലിഞ്ഞ വാരികയിൽ നോവൽ എഴുതാമെന്ന് ഏറ്റ വിറ്റയായ നോവലിസ്റ്റിനെ. കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പേരാണ് ഇത് ചിറ്റപ്പൻ സഖാവിൻ്റെ ആത്മകഥയല്ല എന്ന് ഗോവിന്ദൻ സഖാവിനെ വിശ്വസിപ്പിച്ചതെന്ന് തോന്നുന്നു. പണ്ടത്തെ സഖാക്കളാണെങ്കിൽ കട്ടൻ ചായയ്ക്കും പരിപ്പുവടയ്ക്കും ഒപ്പം ഒരു ദിനേശ് ബീഡി കൂടി കാണുമായിരുന്നു. ഇന്ന് ഇതല്ല അവസ്ഥ. ജയരാജനെ പോലെ ഹൈഫൈ ആയൊരു സഖാവൊന്നും ഈ പരിപ്പുവടയിലും കട്ടൻ ചായയിലും കടിച്ചു തൂങ്ങുമോ എന്ന് തോന്നുന്നില്ല. ഇതൊക്കെ സാധാരണ ലോക്കൽ സഖാക്കളാണെങ്കിൽ ഓക്കെ. MP ഗോവിന്ദന് എന്തോ അസംതൃപ്തി പ്രകടമാണ് എന്ന് പറഞ്ഞിട്ട് ആരാ പ്രകടിപ്പിച്ചത്? മാതൃഭൂമി പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ചോദിച്ചിരുന്നു. DC ബുക്സുകാർ ചോദിച്ചിരുന്നു. ഞാൻ ഇവർ 2 പേരോടും ആലോചിച്ചിട്ട് പറയാം. ഇന്നിപ്പോൾ
ചാനലിൽ കാണാതിരിക്കുന്നതിൻ്റെ പുറം കവറ് ഞാൻ ഇന്ന് അപ്പം കാണുകയാണ്. ഒരു പരിപ്പ് വട നാണാവില്ലടാ നിനക്ക്. കൊക്കിലൊതുങ്ങുന്നതല്ലേ കൊത്താൻ പറ്റൂ. പരിപ്പോടെയും ചായയും ബീഡിയുമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം തനിക്ക് അറിഞ്ഞൂടെ? എടുക്ക. കട്ടൻ ചായയും പരിപ്പോടിയെന്ന് ഞാൻ എൻ്റെ ബുക്കിൻ്റെ കവർ പേജ് കൊടുക്കുമോ? ആ പേര് ഞാൻ ഇട്ടില്ല എന്നാണ് ജയരാജൻ പറയുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാനിക്കുലേറ്റ് ചെയ്ത് സംഭവങ്ങൾ സൃഷ്ടിക്കുന്നത്? ഈ കവർ എന്നോട് പറയാനില്ല, ഭർത്താൻ തന്നെ പറയാൻ പറ്റില്ല. കാരണം വെറുതെ ആവശ്യമില്ലാതെ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇന്ന് 10:30 മണിക്ക് ഇതിൻ്റെ പ്രകാശനം, ഞാൻ എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇന്ന് 10:30 അത് ഞാൻ നിങ്ങളുടെ ചാനലിലാണ് കേട്ടത്. എന്ത് സംഭവം, എന്താ നടക്കണത് രാജ്യത്ത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെ കാര്യങ്ങളാണ്? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്താ പറ, എനിക്കറിയില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ച് വിരട്ടിയില്ലെങ്കിൽ പറഞ്ഞ ദിവസം തന്നെ പുസ്തകം പുറത്തിറങ്ങിയേനെ എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. DC ബുക്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിശ്വസ്തമായൊരു സ്ഥാപനമാണ്. അവർ അങ്ങനെ മുൻ മന്ത്രിയുടെ പേരിൽ പുസ്തകമിറക്കാനൊന്നും വഴിയില്ല എന്നാണ് സതീഷിനൊക്കെ ആരോപിക്കുന്നത്. അതുകൊണ്ട് പുസ്തകം ജയരാജൻ തന്നെ ഇറക്കിയതാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് ദിവസം ആയതുകൊണ്ട് പാർട്ടി ഇടപെട്ട് മാറ്റി എന്ന് മാത്രം. ഇന്ന് DC-യിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ വിളി പോയിട്ടുണ്ടല്ലോ. ഇന്ന് ഒരിക്കലും ഇത് പബ്ലിഷ് ചെയ്യരുത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ വിളിച്ച് DC ബുക്സിൽ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത് ബുക്ക് സ്റ്റാളിൽ വരും. DC ബുക്ക് സ്റ്റാളിൽ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് വരേണ്ട ബുക്കാണത്. നമ്മൾ പരസ്യം ചെയ്തിട്ട് 5 ആഴ്ച നമ്മളല്ല താൻ എന്റെ കർത്താവ്, എന്റെ മഞ്ചാടിയുടെ ഭാവി. ഞാൻ എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇന്ന് രാവിലെ 10:30. എത്രമാത്രം തെറ്റായിട്ടുള്ള നടപടികളും രീതികളുമാണ് സ്വീകരിച്ചിരിക്കുന്നത്. വളരെ വിശ്വസ്തമായ ഒരു സ്ഥാപനമാണത്. ആ സ്ഥാപനത്തിൻ്റെ അകത്തൊന്നും ഇങ്ങനെ അനാവശ്യമായ അപഖ്യാതികളോ അപവാദങ്ങളോ പ്രചരിപ്പിക്കുന്ന ഒരു പത്രത്തിന്റെ പാരമ്പര്യമൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല. കേരളത്തിലൊരു നേതാവിനെ, ഒരു മുൻ മന്ത്രിയെ കുറിച്ചൊരു ആത്മകഥ DC പോലുള്ള ആളുകൾ തന്നെത്താനും ഉണ്ടാക്കിയിട്ട് ചെയ്യുക. സംഭവം അതിനകത്ത് ഇത്രയേ ഉള്ളൂ. ആത്മകഥയൊക്കെ കറക്റ്റ്. ഇന്നതെങ്ങനെ പുറത്തായി ഇലക്ഷൻ്റെ ദിവസം എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. ഞങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. സമ്മേളനത്തിൻ്റെ പശ്ചാത്തലമാണ്. മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ദിവസമാണ്. ഇങ്ങനെ ഒരു തോന്നിയാസ വാർത്ത ഉണ്ടാക്കിയിട്ട് പാർട്ടിയുടെ മേലെ കെട്ടിവെക്കാനുള്ള ഗൂഢശ്രമമാണ് നിങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. അടുത്ത ലക്കത്തിൽ എന്റെ ഫീച്ചർ വന്നില്ല എങ്കിൽ അമ്മച്ചിയാണ് നീ നിന്റെ 65 വയസ്സുള്ള അമ്മമ്മേരെ പീഡിപ്പിച്ചെന്ന് ഞാൻ തീപ്പന്തൽ എഴുതും, നോക്കിക്കോ. ഒരാൾ ആത്മകഥ എഴുതുമ്പോൾ അത് പുറത്തു പോകാന്ന് വെച്ചാൽ പാർട്ടിക്ക് അതൊരു പ്രശ്നമാണ്. ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ അടുത്ത 20-ാം തീയതി വരെ ഇതൊന്നും മാനേജ് ചെയ്യണം. അത്രയുള്ള പ്രശ്നം. അതുവരെ EP പറയായിരിക്കും. അദ്ദേഹം എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അപ്പാടെ പ്രസിദ്ധീകരിക്കണം, ജനങ്ങൾ അറിയണം. അദ്ദേഹത്തിൻ്റെ മനോഗതി എന്താണ് എന്നുള്ളത് അറിയണം. ആരാധകരെ കണ്ട ഇപ്പം EP പറഞ്ഞതല്ലേ നമുക്ക് വിശ്വസിക്കാൻ കഴിയുക. ഞാൻ അങ്ങനെ ഒരു പുസ്തകം എഴുതി കൊടുത്തിട്ടില്ല. അങ്ങനത്തെ പ്രകാശനം നിർവഹിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇന്ന് വന്നിട്ടുള്ളതൊരു ഗൂഢാലോചനയുടെ ഫലമാണെന്ന് EP ജയരാജൻ തന്നെ പറഞ്ഞു കഴിയുമ്പോൾ അതല്ലേ നമ്മൾ വിശ്വസിക്കാൻ കഴിയുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹം പറയുന്നില്ല, അപ്പുറത്ത് മറ്റാർക്കാണ് മെനഞ്ഞെടുക്കാൻ കഴിയുക. ഞാനിത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ സ്ഥാനാർത്ഥികളെക്കുറിച്ചൊക്കെ പരാമർശം ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എന്റെ അമ്മായിയമ്മയുടെ 16 അടിയന്തരത്തിന് പായസം ഉണ്ടാക്കാൻ കൂട്ടി അലുപ്പുകല്ലെന്ന് പച്ച അശ്ലീലമല്ലേ? നിന്റെ അമ്മായിയമ്മ അശ്ലീലം ആയിരുന്നു അല്ല? 16 അടിയന്തരം അശ്ലീലമല്ല, പായസം അശ്ലീലമേ അല്ല. അപ്പൊ എന്നെ വൃത്തിയിട്ടൊന്നും വിളിച്ചത് ഒരു സത്യം മാത്രം. പിന്നെ EP-യുടെയും അതുപോലെ തന്നെ CPM-ന്റെയും വിശദീകരണം തന്നെ യുക്തിസഹമല്ല. രണ്ടും രണ്ട് വഴിക്കാണ്. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയതിലുള്ള പക EP-ക്ക് ഇപ്പോഴും അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജയരാജൻ തന്നെ എഴുതിയില്ല എന്നും ജയരാജൻ തന്നെ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തില്ല എന്നും പറഞ്ഞ പശ്ചാത്തലത്തിൽ പിന്നെ വെറുതെ നിങ്ങളുണ്ടാക്കുന്ന മാനസിക ഗൂഢാലോചനക്ക് ഞങ്ങൾ എന്തിനാ ഉത്തരം പറയാൻ പോകുന്നതും? സത്യം പറയടാ, നീ തറവാടിനെ ചതിച്ചോ? അച്ഛനാണ് സത്യം, അത് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ തൂങ്ങിച്ചാകും. വേണ്ട, ഞാൻ തന്നെ നിന്നെ തൂക്കിക്കൊള്ളാം. മാവുള്ള മാവിനല്ലേ കല്ലെറിയൂ. സഖാവെ മാങ്ങയുള്ള മാവല്ല, മാങ്ങയുള്ള മാവിനല്ലേ കല്ലെറിയൂ. അപ്പോൾ ഇത് ലേശം മാങ്ങയുണ്ട് തോന്നിയിട്ടുണ്ടാവും, അതുകൊണ്ട് കല്ലെറിയും. മരം നോക്കി നോക്കി വന്നപ്പോ ഒരു കിളിച്ചുണ്ട മാവ് നിൽക്കുന്നത് വേറെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ആകാശത്ത് നിന്ന് ഒരാളുടെ ആത്മകഥ ഉണ്ടാക്കിയിട്ട് അവർ കവർ പേജ് നേരത്തെ പബ്ലിഷ് ചെയ്തു, അവർ ഇന്ന് പബ്ലിഷ് ചെയ്യുമെന്നും പറഞ്ഞ് കൊടുത്തു. അത് ചെയ്യോ നിങ്ങൾ പറയാം. അപ്പം EP ജയരാജനും CPM-നും ഇന്നും കള്ളം പറഞ്ഞേ പറ്റുള്ളൂ. 20-ാം തീയതി വരെ കള്ളം പറഞ്ഞേ പറ്റുള്ളൂ. നിങ്ങൾ തന്നെ ഗൂഢാലോചന പറയുക, നിങ്ങൾ തന്നെ അതിന് അഭിപ്രായം ചോദിക്കുക, എന്നിട്ട് അതിൻ്റെ മറുപടി വാങ്ങുക, എന്നിട്ട് വാർത്ത പ്രസിദ്ധീകരിക്കുക. അത് ഞങ്ങൾക്ക് തരുക, ഞാൻ തീർക്കില്ല. എനിക്കൊരു ചീത്തപ്പേര് വന്നാൽ അത് ഈ സ്ഥാപനത്തിന് ചീത്തയാ. പിന്നെ പട്ടിണി കിടക്കേണ്ടി വരുന്നത് ഞാൻ മാത്രമല്ല,
അത് ഓർമ്മ വേണം. എനിക്കിപ്പോ ഇത്ര പറയാനുള്ളൂ. പാർട്ടിക്കെതിരായ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വേറെ ചർച്ച ചെയ്യാം. പാർട്ടിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കണം. മര്യാദയ്ക്ക് ഇവിടെ കഴിഞ്ഞില്ലേ എല്ലാത്തിനും ഞാൻ വിഷം തന്നു കൊല്ലും. ഇതെല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് ഞാൻ ചാവും. ഇതിപ്പോൾ ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ഗൂഢാലോചനയാണല്ലോ പറഞ്ഞത് ജയരാജൻ. അത് വെച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. അതുപോലെ കേസ് കൊടുക്കുന്നതിനെ പറ്റി ജയരാജൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കൊടുക്കൂ. EP അങ്ങനെ കേസൊന്നും കൊടുക്കില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പ്രശ്നം നമ്മൾ ജനിക്കാത്ത കുഞ്ഞിൻ്റെ ജാതകം വായിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. അങ്ങനെ പുസ്തകം പ്രകാശനം ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം എഴുതി കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഭാവിയിലുണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമുക്ക് വിശ്വാസത്തിലെടുക്കാം. അല്ല ഗോവിന്ദ സഖാവെ, ഈ EP-യെ പോലെ ഒരു സഖാവ് ആത്മകഥ എഴുതുമ്പോൾ പാർട്ടിയോട് അനുമതിയൊക്കെ വാങ്ങണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു ഇത്. പാർട്ടി നേതാവ് പുസ്തകം എഴുതുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ ഒന്നും അന്വേഷിക്കേണ്ടതില്ല. എല്ലാവരും മനസ്സിലാക്കട്ടെ എന്താ പുസ്തകത്തിലുള്ളതെന്ന്. അതുകൊണ്ട് വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി പ്രസിദ്ധീകരിക്കാൻ നടപടി സ്വീകരിക്കാം. ഞാൻ EP ജയരാജൻ ഞാൻ അഭിനന്ദിക്കുകയാണ്. എല്ലാവരുടെ പേരും എഴുതിയിട്ടുണ്ട്. എന്റെ പേര് വരണ്ട. അതെന്താ വരെ? ഞാൻ എന്റെ പേരുണ്ടാ. മറ്റ് കാര്യങ്ങൾ കൂടി പുറത്തു വരട്ടെ, ജനങ്ങൾ അറിയട്ടെ. EP ജയരാജന് ഇന്നത്തെ കമ്പോളത്തിൽ മാർക്കറ്റ് കൂടി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് വർദ്ധിച്ചിട്ടുണ്ട്. ജയരാജൻ സഖാവെ, ഇനി സഖാവങ്ങനെ എഴുതി കൊടുത്തിട്ട് DC ബുക്സ് എടുത്ത് പുറത്തുവിട്ടതാണോ? ഇല്ലെന്ന് DC നിങ്ങൾ മാതൃഭൂമിക്കാർ ചോദിച്ചിരിക്കുകയാണ്. പിന്നെ ഇതെങ്ങനെയാണ് ഇവർ പ്രസിദ്ധീകരിച്ചത്? ഞാൻ കൊടുത്തിട്ടില്ല, ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഇപ്പോഴും അത് പൂർത്തിയാക്കിയിട്ടില്ല. ഇനി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശ്രീ EP ജയരാജന് അഭിവാദ്യങ്ങൾ നേരുകയാണ്. അദ്ദേഹം ഭംഗിയായി ഇനി എഴുതട്ടെ. ഞാൻ ചത്തോയ എന്റെ പിള്ളേർക്ക് നീ ചെലവിനോട് കൂടാ. അതെ, വെറുതെ ധൈര്യം നിന്ന് ആളെ കൊല്ലാൻ നോക്ക.